വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ പരിശുദ്ധമായ നാമത്തിനായിട്ട് സ്തോത്രം കർത്താവേ. അങ്ങയുടെ വിലയേറിയ കരുണയ്ക്കും കരുതലിനുമായിട്ട് സ്തോത്രം കർത്താവേ. അവിടുന്ന് തന്നെ ഉയർന്നിരിക്കുന്നതിനുമായ ദൈവമായതുകൊണ്ട് സ്തോത്രം. അവിടുന്ന് പരിശുദ്ധനായ ദൈവമായതുകൊണ്ട് സ്തോത്രം കർത്താവേ. സറാഫുകൾ കർത്താവെ ചുറ്റും നിന്ന് കർത്താവെ ശേപ്രവാചകൻ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കണ്ട ദർശനം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. സറാഫുകൾ അവനെ ചുറ്റും നിന്നു. ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ അവിടുന്ന് ആസനസ്ഥനായിരുന്നു കർത്താവെ. ഓരോ സറാഫിനും 6 ചിറകുണ്ടായിരുന്നു. 2 ചിറകുകൊണ്ട് അവരുടെ പാദം മറച്ചു, 2 ചിറകുകൊണ്ട് അവരുടെ മുഖം മറച്ചു, 2 ചിറകുകൊണ്ട് അവർ പറന്നുകൊണ്ട് ഒരുവനോട് ഒരുവൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ ആരാധിച്ചുകൊണ്ടിരുന്നു കർത്താവെ. ദൈവമേ, അങ്ങനെ കോടാനുകോടി ദൂതന്മാർ ആരാധിക്കുന്ന സർവശക്തനായ ദൈവം, ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ പിതാവുമായി തീർന്നതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഇതിന് കാരണമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. യേശുക്രിസ്തുവിൻ്റെ പാവപരിഹാര യാഗം മൂലം ഞങ്ങൾക്ക് ലഭിച്ച വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുവാനിടയായതിനായിട്ട് സ്തോത്രം. ഇത്ര വലിയ രക്ഷ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കർത്താവ് ന്യായവിധി മാറ്റിക്കളഞ്ഞ് കർത്താവ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മേലുണ്ടായിരുന്ന ന്യായവിധി അവിടുന്ന് മാറ്റിയതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടായിരുന്ന കയ്യെഴുത്തുകളെ കർത്താവെ ക്രൂശിൽ മായ്ച്ചു കളഞ്ഞ് കർത്താവെ അവിടുന്ന് പിശാചിൻ്റെ മേലെ കർത്താവെ സാത്താൻ്റെ മേലെ അവിടുന്ന് ജയോത്സവം കൊണ്ടാടിയതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. വാഴ്ചകളെയും അധികാരങ്ങളെയും അവിടുന്ന് ആയുധവർഗം വെപ്പിച്ചു കർത്താവെ. അവൻ്റെ മേൽ കർത്താവെ അങ്ങ് ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യമായ കോലമാക്കി അവിടുന്ന് വെച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. അവിടുന്ന് എത്രയോ നല്ലവനായ ദൈവം കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ച വീണ്ടെടുപ്പിനായിട്ട് സ്തോത്രം, പുത്രത്തിനായിട്ട് സ്തോത്രം, പൗരത്വത്തിനായിട്ട് സ്തോത്രം, പൗരോഹിത്യത്തിനായിട്ട് സ്തോത്രം, പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം കർത്താവെ. ഇത്ര വലിയ രക്ഷ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയതിനായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങൾ പഴയ നിയമ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് വായിക്കുന്നു കർത്താവെ. മോശയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, യോസെഫിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, രൂത്തിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു കർത്താവ്. ഈ തലമുറയിൽ ദൈവമേ ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതിനായിട്ട് സ്തോത്രം. മറിയയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു കർത്താവ്. ഞങ്ങൾക്കും ഈ തലമുറയിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരായി തീരുവാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. അവിടുന്ന് മഹാദൈവമായതുകൊണ്ട് സ്തോത്രം കർത്താവ്. ഇന്ന് രാവിലെ പ്രഭാതത്തിലെ കർത്താവെ അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങൾ വന്ന് കർത്താവ് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഓരോ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്, യാത്രയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്, കഷ്ടമനുഭവിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്, കടബാധ്യതയിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഭവനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്, വളരെ പഠിച്ചിട്ടും ജോലി ലഭിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. അങ്ങ് സഹായിക്കണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ ഉപയോഗിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് സ്തോത്രം കർത്താവേ. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങയുടെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അതിനായിട്ട് സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. മകനും മകളും ആയിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. ഇന്ന് രാവിലെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ദാസൻ്റെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കെന്ന പോലെ, ദാസിയുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്കെന്ന പോലെ കർത്താവേ, അവിടെ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തലമുറകളെ അനുഗ്രഹിക്കണമേ കർത്താവേ. യാത്രയിലായിരിക്കുന്ന സമയത്തെല്ലാം കുഞ്ഞുങ്ങളെ കാക്കണമേ, സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ തലമുറ വളരെ കർത്താവെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ അങ്ങയുടെ മക്കളെയൊക്കെ കാത്തുകൊള്ളണമേ കർത്താവെ. യൗവനക്കാരെല്ലാം കർത്താവെ അനേക കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് കർത്താവ് ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവ്. അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് കൃപ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവദാസന്മാരെ ഉണർത്തണമേ കർത്താവെ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ്. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. നിൻ്റെ മക്കൾക്കെതിരെ ദുഷ്ടബലിപീഠങ്ങളിൽ നിന്ന് ഉയരുന്ന എല്ലാ തിന്മയുടെ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ തക്കവണ്ണം ദൈവികമായ തീ അങ്ങ് അയക്കണമേ കർത്താവ്. ഏലിയാവിൻ്റെ കാലത്ത് ദൈവം ഇറക്കിയതുപോലെയുള്ള തീ ഇറങ്ങി കർത്താവ് ഞങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്ന ശാപവാർത്തകളെ ഉച്ചരിക്കുന്നതായിട്ടുള്ള ബലിപീഠങ്ങളിൽ മേൽ ദൈവത്തിൻ്റെ ഇടിയും മിന്നലും ദൈവത്തിൻ്റെ തീ ഇറങ്ങി കർത്താവ് അതിനെല്ലാം നിഷ്പ്രഭമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് ദൈവമക്കൾക്ക് വിരോധമായിട്ടുള്ള എല്ലാ സാത്താന്യ ഉടമ്പടികളും ഞങ്ങൾ ബ്രേക്ക് ചെയ്യാണ് കർത്താവ്. വാനമണ്ഡലത്തിൽ 2-ാം സ്വർഗ്ഗത്തിൽ ക്രിയ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ഡീമൺ നെറ്റ്വർക്കുകളും ഞങ്ങൾ ഉടയ്ക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ. നിൻ്റെ
മക്കൾക്കെതിരെ കെട്ടുന്ന എല്ലാ കെട്ടുകളും ഉടയ്ക്കാണ് കർത്താവെ. ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവെ. നിൻ്റെ മക്കൾക്ക് വിരോധമായി ചെയ്യപ്പെടുന്ന എല്ലാ അതിക്രമക്രിയകളും, എല്ലാ കർത്താവെ സാത്താന്യ മന്ത്രവാദ ക്രിയകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന, നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്ന സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കുന്ന വചനത്തിന് പ്രകാരം കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പിശാചിനെ ബലവാനെ കെട്ടുകയാണ് കർത്താവ്. നിൻ്റെ മക്കൾക്ക് വിരോധമായി ചെയ്യപ്പെടുന്ന എല്ലാ ദുഷ്ടപ്രവൃത്തികളും ഞങ്ങൾ കെട്ടുകയാണ് കർത്താവെ. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം കർത്താവെ അവരെ തടസ്സം നിൽക്കുന്നതായിട്ടുള്ള എല്ലാ അശുദ്ധാത്മാക്കളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യാണ് കർത്താവ്. ഉടയ്ക്കുന്നു കർത്താവെ, എല്ലാ തടസ്സങ്ങളെ ഉടയ്ക്കുന്നു കർത്താവെ. വാതിലുകൾ തുറന്നു വരട്ടെ കർത്താവെ. നിൻ്റെ മക്കൾക്ക് കർത്താവെ പുതിയ അനുഗ്രഹങ്ങൾ വരട്ടെ കർത്താവെ. അവർക്ക് ജോലി ഉണ്ടാകട്ടെ കർത്താവെ. അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ കർത്താവെ. നന്മ ഉണ്ടാകട്ടെ കർത്താവെ. രോഗങ്ങൾ മാറട്ടെ കർത്താവെ. കഷ്ടങ്ങൾ നീങ്ങട്ടെ കർത്താവെ. സങ്കടങ്ങൾ മാറട്ടെ കർത്താവെ. അവർ സ്വപ്നം കാണുന്നവരെ പോലെ ആയിത്തീരട്ടെ കർത്താവെ. സിയോൻ്റെ പ്രവാസികൾ മടങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞു കർത്താവെ, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് അവർ പറഞ്ഞു കർത്താവെ. അവരുടെ വായിൽ ചിരിയും ആർപ്പും ഉണ്ടായിരുന്നു ഞങ്ങൾ വായിക്കുന്നു കർത്താവെ. നിൻ്റെ മക്കൾ സന്തോഷിക്കണമെന്ന് അവിടുത്തെ വചനമാണ്, അവിടുത്തെ കൽപ്പനയാണ് കർത്താവെ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം യേശുക്രിസ്തു മുഖാന്തരം പൂർണ്ണമായി തീർത്തു തരുമെന്നുള്ള അങ്ങയുടെ വിലയേറിയ വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു തരുന്ന ദൈവത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് ചുറ്റും അവിടുന്ന് കോട്ടയായിട്ടുള്ളതിനായിട്ട് സ്തോത്രം കർത്താവെ. അത്യുന്നതിൻ്റെ മറയിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവനെ ഹയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ബലമെന്ന് പറയുന്നു കർത്താവെ. അന്നിൻ്റെ വേട്ടക്കാരൻ്റെ കെണിയിൽ നാശകരമായ കുഴിയിൽ നിന്ന് മഹാമാരിയിൽ നിന്നെല്ലാം വിടുവിക്കുന്നുള്ള അങ്ങയുടെ വാഗ്ദാനത്തിനായിട്ട് സ്തോത്രം. നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഒരു ബാധ നിൻ്റെ കൂടാരത്തിന് അടുക്കില്ലോ എന്നുള്ള അങ്ങയുടെ വിലയേറിയ വചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ. നിൻ്റെ മക്കൾ കൂടുതൽ ദൈവകൃപയിൽ വളരുവാൻ തക്കോണം കർത്താവ് സഹായിക്കണമേ കർത്താവെ. ദുഷ്ടൻ്റെ എല്ലാ ഇടപാടുകളിൽ നിന്ന് നിൻ്റെ മക്കളെ കാത്തോളുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണേ. പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മാവ് അവരിൽ വ്യാപരിപ്പിക്കണമേ കർത്താവെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉണർത്തണമേ കർത്താവെ. പ്രാർത്ഥനയുടെ ഒരു ആത്മാവ് ഞങ്ങളിലേക്ക് പകരുമാറണമെന്ന് പ്രാർത്ഥിക്കും. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നിങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ കരം ചലിപ്പിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ആവശ്യങ്ങൾ മേൽക്കൊണ്ടിരുന്ന വഴി നടത്തണമേ കർത്താവെ. അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ അകൃത്യമുണ്ടായിരുന്നെങ്കിൽ കർത്താവ് പ്രാർത്ഥന കേൾക്കയില്ലായിരുന്നു ഞങ്ങൾ വായിക്കുന്നു കർത്താവെ. അകൃത്യമില്ലാതെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ